നിങ്ങൾ ലജ്ജിക്കണം ധർമ്മജൻ. നിങ്ങളുടെ നിലപാട് ഈ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. നിങ്ങൾ ലജ്ജിക്കണം. ഈ സിനിമാക്കാരൊക്കെ കുഴപ്പമൊന്നും പറയാന് എനിക്ക് കഴിയൂല. കാരണം അത്രക്കുണ്ട് നിങ്ങളെ സിനിമാ മേഖല മാത്രമല്ല ഇത് ചെയ്യുന്നത്, ഇത് എല്ലാ തൊഴിലിടങ്ങളിലും ഉണ്ട്. ഒരു മാറ്റമില്ലല്ലോ. എല്ലാ തൊഴിലിടങ്ങളിലും ഇതുപോലെ ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അന്വേഷിക്കണം. വരുന്നത് നിങ്ങൾക്കെതിരെയാണ്, നിങ്ങളുടെ മേഖലയിലാണ്. അപ്പോൾ ആദ്യം അവിടെ തന്നെ ശുദ്ധികലശം നടത്തണം. നമ്മ സംഘടന ശുദ്ധികലശം നടത്തിയ കേരളം നന്നാകുമോ? നീ നന്നായ നിന്റെ വീട് നന്നായി, നിന്റെ വീട് നന്നായ നാട് നന്നായി, നാട് നന്നായ ഈ ലോകം തന്നെ നന്നായി. ഈ ലോകം എന്ന് പറയുമ്പോ ഈ പാകിസ്ഥാനൊക്കെ പെടില്ലേ? അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ എന്താണ് ചോദിച്ചത്? നിങ്ങൾ ആദ്യം നല്ല ആളാണെന്ന് പറയുക, എന്നിട്ട് ഞാൻ വർത്തമാനം പറയും അമ്മയിലെ അംഗങ്ങൾ എല്ലാരും മോശക്കാരാണോ? എന്ത് വിശാലമായ ചിന്താഗതി! ഇത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ ഇല്ല ധർമ്മജൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ തോന്നിവാസം നടക്കുന്നു. നിങ്ങളുടെ മേഖലയിൽ തോന്നിവാസം നടക്കുന്നു. നടത്തുന്നവരെ നിങ്ങൾ സഹായിക്കുന്നു. നിങ്ങൾക്ക് അവരെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് അറിയില്ല. ഷാജി കേട്ടാ, ഇവളെങ്ങ് അമ്മ വെച്ചു കൊടുത്ത പോലെ നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്? അമ്മ സംഘടന വെച്ചു കൊടുത്ത എത്ര വീടുകളുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് അറിയാൻ പാടില്ല അമ്മ സംഘടന പറ്റി നിങ്ങൾ പഠിച്ചു. 10,000 10,000 ഞങ്ങൾ കൊടുത്തു, വീട് വെച്ചു. എന്നിട്ട് ഞങ്ങൾ ഈ തോന്നിയാസം മുഴുവൻ ചോദിക്കും, നടത്തും. ആരും ചോദിക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത്. അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. ഞങ്ങൾ കുറെ വീട് വെച്ച് കൊടുത്തു എന്ന് പറയുന്നിടത്ത് ധർമ്മജൻ ബോൾഗാട്ടി, നിങ്ങൾ നാണം കെടുകയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ. ഞാൻ നാണം കെടുക്കുന്നില്ല, നിങ്ങളാണ് നാണം കെടുക്കുന്നത്. നിങ്ങൾ ഈ വർത്താനം പറഞ്ഞാൽ നിങ്ങളാണ് നാണം കെടുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഈ ജാതി വർത്താനം പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാല് ഞാൻ പച്ച തെറി പറയാണ്. ഇനി ആ മറ്റുവിളിക്കൂട്ടോ. ലജ്ജിക്കണം. ഈ രീതിയിൽ സംസാരിച്ച സിദ്ദിഖാണ് രാജിവെച്ചു. അത് മാന്യനാണ്, രാജിവെച്ചു പോയി. അത് മാന്യതയാണ്. ഒരു നിവൃത്തിയില്ലാതെ രാജിവെച്ചു. ഈ രീതിയിലുള്ള ആരോപണം വരുമെന്ന് ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് രാജിവെച്ചു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ?